നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൃക്കയിലെ കല്ലുകൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ളത് HSRIൻ്റെ സീനിയർ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ രാജേഷ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, സാധാരണഗതിയിൽ ഈ മൂത്രത്തിൽ കല്ല് എന്ന് ലോക്കൽ ലാംഗ്വേജിൽ പറയുന്നത്, അപ്പോൾ സാധാരണ എല്ലാവരും ഈ വൃക്കയിലെ കല്ല് എന്നുള്ളതിനെ ആയിരിക്കാം മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു അവസ്ഥ. ഇത് വളരെ കോമൺ ആയിട്ട് തന്നെ കേരളത്തിലുള്ള ആൾക്കാരിൽ കണ്ടുവരുന്നതാണോ? അതെ, മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്നത് ആൾക്കാർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ അതിനകത്തൂടി കല്ല് പാസ് ചെയ്യുന്ന ലക്ഷണമാണ് മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കിഡ്നിക്കകത്ത് രൂപാന്തരപ്പെടുന്ന കല്ല് അവിടുത്തെ സ്പേസിലിരുന്ന് കുറച്ച് കഴിഞ്ഞ് ഒന്നുകിൽ പൊടിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ചെറിയ തരികളായിട്ടോ മൂത്രത്തിൽ കൂടെ താഴേക്ക് വരുന്ന ഒരവസ്ഥയാണ് മൂത്രത്തിൽ കല്ല്. അത് ഇപ്പോൾ കേരളത്തിലുള്ള ജനങ്ങളുടെ ഒരു 10% ഇത് പ്രകടമായ ലക്ഷണമായി കാണുകയും ഒരു 20% ആൾക്കാരോടും ഉള്ളിൽ വളരെ സൈലൻ്റായി കിടക്കുകയും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മൂത്രത്തിലെ കല്ല് സർജറി ചെയ്ത് ചില ആൾക്കാർ റിമൂവ് ചെയ്തിട്ടുണ്ട്, പൊടിച്ച് കളയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരാറുണ്ടോ? അതോ ഏതെങ്കിലും പ്രത്യേക അളവ് വരെ നമുക്കത് അലിയിച്ച് കളയാനുള്ള സംവിധാനമുണ്ട്? ഹോമിയോപ്പതി എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഹോമിയോപ്പതിയിൽ കല്ല് പൊടിച്ചും അലിയിച്ചും കളയാനുള്ള മരുന്നുകൾ വഴിക്ക്, കാരണം ഇത് ഒരു വാട്ടർ ഫ്ലോയിങ് ചാനലാണ്, സ്ഥിരമായിട്ട് അതുവഴി വെള്ളം ഒഴുകുന്ന ഒരു ചാനലാണ്. അതിൽ കല്ലുകൾ രൂപാന്തരപ്പെടുകയാണെങ്കിൽ ഈ കല്ലുകൾ അലിയിച്ച് കളയുന്ന മെഡിസിൻ ഹോമിയോപ്പതിയിലുണ്ട്. അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അതുവഴിക്ക് ഈ കല്ലിൻ്റെ സൈസ് ചെറുതാകുകയും അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. എന്തൊക്കെ കല്ല് വരാനുള്ള റീസൺ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എനിക്കുണ്ടാകുന്ന കല്ല് ഒരു പ്രത്യേക തരം കല്ലാണ്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ കല്ലുകളുടെ സൈസ് അനുസരിച്ച് വേദന വരാറുണ്ടെന്നൊക്കെ. അതെ, അതായത് സാധാരണഗതിയിൽ ആൾക്കാർക്ക് കാണുന്ന കല്ലുകളെന്ന് പറയുന്നത് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് കൂടുതലും കാണുന്നത്. നമുക്ക് സാധാരണഗതിയിൽ കല്ലുകളെ ഒരു 3 തരംതിരിക്കാം: ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്, ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ്, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. അതിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന കല്ലുകൾ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതിനാണ് വളരെ ഷാർപ്പ് എൻഡോട് കൂടിയ, അതായത് ഈ വളരെ മൂർച്ചയേറിയ പാറക്കല്ലുകളുടെ കട്ടിയോട് കൂടിയ കല്ലുകളാണിവ. പക്ഷേ ഇവയ്ക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, ഇത് അവിടെ ചെറുതായിട്ടൊന്ന് അനങ്ങിയാലോ ചരിഞ്ഞാലോ കുപ്പിച്ചില്ല് കൊള്ളുന്നത് പോലെ വളരെ ഷാർപ്പായിട്ടുള്ള മുറിവുകൾ കിഡ്നിക്കകത്തുണ്ടാകും. സാർ, സാധാരണഗതിയിൽ പല ആൾക്കാരും ഈ വൃക്കയിലെ കല്ലുള്ള ആൾക്കാർ അസഹനീയമായിട്ടുള്ള വേദന പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് അവർക്കറിയാം കല്ല് ഉണ്ട്, വൃക്കയിൽ കല്ലുണ്ട്, അത് മരുന്ന് കഴിക്കുന്നുണ്ട്. കഴിക്കുന്നതിൽ കൂടിയും ഏതെങ്കിലും ഒരു സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെടുന്നവരുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ കല്ലുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതെ, സാധാരണ പറയപ്പെടുന്നത് പ്രസവവേദന കഴിഞ്ഞാൽ മനുഷ്യൻ അനുഭവപ്പെടുന്ന ഏറ്റവും തീവ്രമായ വേദനയായിട്ടാണ് മൂത്രനാളിയിലെ കല്ലിൻ്റെ വേദനയ്ക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ ഇതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരാൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ അവരത് ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ കല്ല് സാധാരണഗതിയിൽ 2 തരത്തിൽ കാണാറുണ്ട്. കിഡ്നിക്ക് അകത്ത് രൂപാന്തരപ്പെടുന്ന കല്ലുകളുണ്ട്. അത് കിഡ്നിയിലെ സെല്ലുകളുടെ ഇടയിൽ ചിലപ്പോൾ സൈലൻ്റായി ഇരുന്നു എന്ന് വരാം. രണ്ടാമത്തെ ഒരു ടൈപ്പ് പെൽവിസിനകത്ത് രൂപാന്തരപ്പെടേണ്ട, അതായത് കിഡ്നിയുടെ പുറമേയുള്ള ഭാഗത്ത് മൂത്രം താഴേക്ക് ഒഴുകാൻ തുടങ്ങുന്ന റീനൽ പെൽവിസ്, പിരമിഡ് തുടങ്ങിയ ഭാഗങ്ങളിൽ രൂപാന്തരപ്പെടുന്ന കല്ലുകളിൽ ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇവിടെ കല്ലുകൾ ഫോം ചെയ്യപ്പെടുന്നത്, അപ്പോൾ സാധാരണഗതിയിൽ എത്ര തരം കല്ലുകളുണ്ട്? ഏത് കല്ലാണ് നമുക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ബുദ്ധിമുട്ടുള്ളത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കല്ല് തന്നെയാണ്. അതായത് പൊടിയാൻ ഏറ്റവും പാടുള്ള കല്ലുകളെയാണ് ചികിത്സിക്കാനും ഏറ്റവും ബുദ്ധിമുട്ട്. എത്ര തരം കല്ലുകളാണുള്ളത്? സാധാരണ ഉള്ളത് 3 തരം കല്ലുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. അതിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഇപ്പോൾ കോമൺ ആയി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥ ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങളിൽ ഇപ്പോൾ വളരെ സാധാരണയായിട്ട് കാണുന്നുണ്ട്. അവരിൽ തന്നെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. ഇത് പലപ്പോഴും മൂത്രത്തിൽ കൂടി നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ പോയി എന്ന് വരാം. വളരെ പെട്ടെന്ന് നമ്മൾ തൊട്ടാൽ തന്നെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് സോഫ്റ്റ് കല്ലുകളാണ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. പക്ഷേ യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ട് കിഡ്നിക്കകത്ത് ഒരു ആസിഡ് pH ഡെവലപ്പ് ചെയ്യും. ഇത് താരതമ്യേന അവിടെ വരുന്ന ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസിനെയും മറ്റ് മിനറൽസിനെയും അവിടെ തന്നെ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഒപ്പം യൂറിക് ആസിഡ് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാകുകയും ചെയ്യും. സാധാരണ കല്ലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വേദന എന്ന് പറയുന്നു, അപ്പോൾ വേദന നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് കല്ലിൽ നിന്നുണ്ടായ വേദനയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഇപ്പോൾ നടുവേദനയുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ വേദനയുള്ളത് എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സാധാരണ നടുവേദന എന്ന് പറയുന്നതിന് ഒരു 1 ഫൈൻ
മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ കിഡ്നി സ്റ്റോണിൻ്റെ വേദന എന്ന് പറയുന്നത് സാധാരണ നട്ടെല്ലിൻ്റെ 2 വശങ്ങളിൽ, അതായത് വാരിയലിന് തൊട്ട് താഴെ തുടങ്ങിയിട്ട് അത് മുമ്പിലേക്ക് സഞ്ചരിക്കുകയും തുടയിടുക്കിലേക്ക് വരുന്ന വളരെ ഷാർപ്പായിട്ടുള്ള വേദന. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുപ്പിച്ചില്ല് കൊണ്ട് ശരീരത്തിൽ വരഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ വളരെ ഷാർപ്പായിട്ടുള്ള വേദന രോഗിക്ക് നിവർന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ഓർക്കാനം പ്രസൻറ്റ് ചെയ്തു എന്ന് വരാം. ചിലപ്പോൾ അത് കാരണം ബോധക്ഷയം വരെ ഉണ്ടായി എന്ന് വരാം. അത്ര തീവ്രമായ വേദനയായിരിക്കും. ഓക്കെ സാർ. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ സ്ത്രീ പുരുഷ വ്യത്യാസമോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏജ് ഈ ഏതായാലും വൃക്കയിലെ കല്ലുകൾ വരാനായിട്ട് കൂടുതൽ കാണാറുണ്ടോ? സാധാരണഗതിയിൽ പുരുഷന്മാരെ, സ്ത്രീകളെ വെച്ചിട്ട് ഒരു 3 ഇരട്ടി പുരുഷന്മാരിലാണ് ഈ അസുഖം കൂടുതൽ കാണുന്നത്. അത് പാരമ്പര്യം ഒരു വലിയ ഫാക്ടറായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് പുരുഷന്മാരിൽ കൂടുതലും കാണുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ വരുന്ന പ്രായം സാധാരണ ഒരു 35 മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് കിഡ്നി സ്റ്റോൺ കൂടുതലും ബാധിക്കുന്നത്. പക്ഷേ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ കുട്ടികൾ, 10 വയസ്സുള്ള കുട്ടികളിൽ തന്നെ കല്ല് കണ്ടെത്തിയ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ സാർ. എന്തുകൊണ്ട് സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ന്യൂ ജനറേഷൻ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ കുട്ടികളിൽ കല്ല് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് ഒരു മുഖ്യ കാരണമായി തന്നെ നിലനിൽക്കുന്നത്? അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എക്സസൈസ് കുറവാണ്. പൊണ്ണത്തടി ഒരു പ്രധാന ഫാക്ടറാണ്. പൊണ്ണത്തടിയുള്ള കുട്ടികൾക്ക് യൂറിക് ആസിഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാര രീതി ഹൈ കാലറി ഫുഡ്, ഹൈ പ്രോട്ടീൻ ഫുഡ്. ഈ പ്രോട്ടീൻ ഫുഡ് ദഹിച്ച് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ്. അതുപോലെ കുട്ടികൾക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നതിനെപ്പറ്റി ഒരു അറിവില്ല. ഇപ്പോഴത്തെ ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ ട്യൂഷൻ പോകുന്ന കുട്ടികൾ, ഇവരൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടായി കണ്ടിട്ട് വെള്ളം കൂടി അവോയ്ഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ സാർ. ഈ സ്റ്റോണിന് സാർ നേരത്തെ പറഞ്ഞു വേദന വരുന്നു എന്ന് പറഞ്ഞു. അതായത് ഏത് ഗ്ലാസ് പീസ വല്ലതായിട്ട് ഒരച്ച തരത്തിലുള്ള മുറിവ് ഉണ്ടാക്കിയ തരത്തിലുള്ള വേദനയാണെന്ന് പറയുന്നു. ഇതിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ്, ഛർദ്ദിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ വേദന ഏതെങ്കിലും പ്രത്യേക സമയത്ത് കൂടുക, നേരം വെളുക്കുമ്പോൾ കൂടുക, രാത്രി കൂടുക, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ? സാധാരണ രാത്രികളിലാണ് ഒരു 10 മണിക്ക് ശേഷമാണ് പലപ്പോഴും കിഡ്നി സ്റ്റോണിൻ്റെ വേദനകൾ കണ്ടിട്ടുള്ളത്. അത് അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവർ അടുത്ത സെക്കൻഡിൽ തന്നെ ഹോസ്പിറ്റലിലെത്തി ഒരു ശക്തമായ വേദന സംഹാരി ഇഞ്ചക്ഷൻ വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റാണ് ഇത് കൂടുതലും ഇതിൻ്റെ രോഗികൾ വേദന സഹിക്കാൻ വയ്യാതെ ആശുപത്രികൾ സമീപിക്കുന്നത്. അതെ, നേരത്തെ പറഞ്ഞ പോലെ ഏത് തരം കല്ലുകളാണ് പലപ്പോഴും സർജറിയോ വേണ്ടി വരിക? സർജറിയിലേക്ക് നയിക്കുന്നത് എപ്പോഴാണ്? ഒരു പരിധിക്ക് മുകളിൽ വളർന്നുപോയ കല്ലുകൾ. ഇപ്പോൾ ചിലരിൽ കല്ലുകൾ ഒരു ലക്ഷണവും കാണിച്ചില്ല എന്ന് വരാം. അത് സാധാരണഗതിയിൽ ഒരു 3 മില്ലിമീറ്റർ മുതൽ 1 സെൻറ്റിമീറ്റർ വരെയുള്ള കല്ലുകളാണ് സാധാരണ കാണാറുള്ളത്. പക്ഷേ 1 സെൻറ്റിമീറ്ററിന് മുകൾ വലിയ കല്ലുകൾ അത് വളരെ ഹാർഡാണെങ്കിൽ, വളരെ ഓക്സിഡേറ്റ് ക്രിസ്റ്റൽസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പൊടിച്ച് കളയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ലേസർ മുഖേന അതിനെ പൊടിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് ആ കല്ല് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ കല്ല് വീണ്ടും ഉണ്ടാകുന്നില്ല എന്നർത്ഥമില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ബാക്കി ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഇതുണ്ടാകും. ഇടയ്ക്കൊരാൾ പറഞ്ഞു കേട്ടു, ഈ വൃക്കയിൽ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലുള്ള ആൾക്കാർ ബിയർ പോലെയുള്ള പാനീയങ്ങൾ കുടിക്കുന്നത്, അതായത് ബിയർ പോലെയുള്ള പാനീയങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം കൂടുതൽ മൂത്രം ഒഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ഈ കല്ല് അലിയിച്ച് കളയാനായിട്ട് നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടു. അതിലേതെങ്കിലും തരത്തിലുള്ള വസ്തുത ഉണ്ടാകും? ഇല്ല, ഇതൊരു ആൾക്കാരിലുള്ള ഒരു വിശ്വാസമാണ്. അതായത് ബിയർ എന്നത് ഒരു സോഫ്റ്റ് ഡ്രിങ്കായി ഇപ്പോഴത്തെ മലയാളികൾ കാണുന്നുണ്ടെങ്കിൽ പോലും മദ്യം എന്നുള്ള വാക്കിൽ എന്നുള്ള ഒരു ഗണത്തിൽ തന്നെ പെടുത്താൻ പറ്റുന്ന പാനീയമാണ് ബിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുടിക്കുക കല്ല് പോകും എന്നുള്ള ഒരു എളുപ്പ വഴി കണ്ടുകൊണ്ട് ബിയർ ശീലമാക്കുന്നത് നല്ലതല്ല. അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കും. മദ്യം രക്തത്തിലെ യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണമാണ്. അതുകൊണ്ട് തന്നെ കല്ല് അലിഞ്ഞു പോകുന്നതിനെക്കാട്ടിയും കൂടുതൽ പുതിയ കല്ല് രൂപാന്തരപ്പെടാനുള്ള സാധ്യതയാണ് ഉണ്ടാകുക. ഓക്കെ സാർ. നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് പലപ്പോഴും ചില ആൾക്കാരൊക്കെ ഈ ചില തരം കല്ലുകൾ സർജറി വേണോ അതോ കൺസർവേറ്റീവായിട്ട് മരുന്ന് കഴിച്ചാൽ തീരുമോ എന്നുള്ള അവസ്ഥയിൽ ഹോമിയോപ്പതിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഹോമിയോപ്പതിയിൽ ഇത് 3 തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, കല്ല് വന്ന് ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥ, രോഗിക്ക് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ വേദന കുറച്ച് ഈ കല്ല് ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വന്ന് ബ്ലോക്കായി നിൽക്കുകയാണ്. അതായത് കല്ല് ഇപ്പോൾ പെൽവിസിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ മൂത്രനാളിയിൽ ബ്ലാഡറിന് തൊട്ട് മുമ്പുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിൽ ബ്ലോക്കായി നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തെ മസിൽ റിലാക്സ് ചെയ്യാനുള്ള
മെഡിസിൻസ് ഉണ്ട് ഹോമിയോപ്പതിയിൽ. അതായത് ആ കല്ല് നമ്മൾ വെള്ളം കുടിക്കുന്നതനുസരിച്ച് താഴേക്ക് പോവും. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി, മൂത്രത്തിൽ കല്ലിനെ നമുക്ക് അലിയിച്ച് കളയാൻ സാധിക്കും. അതായത് കിഡ്നിക്കകത്ത് കുടുങ്ങിയിരിക്കുന്ന കല്ലുകളെ വളരെ അലിയിക്കുന്ന മരുന്നുകളുണ്ട് ഹോമിയോപ്പതി. അത് തുടർച്ചയായി ഒരു 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ കല്ല് ചെറുതാകുന്നത് കാണാറുണ്ട്. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്, കല്ല് തുടർച്ചയായി ഉണ്ടാകുന്ന ടെൻഡൻസി ഉള്ളവർക്ക് ഈ കല്ല് രൂപാന്തരപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, വൃക്കയിലെ കല്ലുകൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഡോക്ടർ രാജേഷ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾ മറുപടി നൽകാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത്. സാർ പറഞ്ഞു കഴിഞ്ഞു പലതരം കല്ലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ വേദന സഹിച്ച് പല ആൾക്കാരും ഈ കല്ല് വർഷങ്ങളോളം കൊണ്ട് നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കല്ലിൻ്റെ അസുഖമുണ്ട്, എത്ര വർഷമായി? 5-6 വർഷമായിട്ട് കല്ലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അൾട്രാസൗണ്ട് നോക്കുന്നു, കല്ലിൻ്റെ വലിപ്പം നോക്കുന്നുണ്ട്, അത് അത്തരത്തിലങ്ങ് പോകുന്നു. പലപ്പോഴെങ്കിലും വേദന വരികയാണെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ പോകുന്നു, വേദന സംഹാരി കഴിക്കുന്നു, വീണ്ടും മരുന്നുകൾ കഴിക്കുന്നു, പോകുന്നു. അത്തരത്തിലുള്ള ചികിത്സയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിൽ ചെന്ന് വിടാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരുപാട് മറുനാടൻ മലയാളികളുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്, ഗൾഫിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഇത്തരത്തിലുള്ള പുറം രാജ്യങ്ങളിൽ പോയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കല്ലുകൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാക്കുകയും നമുക്കറിയാം മറുനാടുകളിൽ വളരെയധികം എക്സ്പെൻസീവ് ആണ് ചികിത്സ എന്ന് പറയുന്നത്. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി? ഇതിൻ്റെ കല്ലുടെ വലിപ്പം എത്ര എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ എമർജൻസി ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ നിരുപദ്രവകരമായ വളരെ ചെറിയ കല്ലുകൾ പോലും അവിടെ നിന്ന് കിഡ്നിയിൽ നിന്നും ഇളകി താഴേക്ക് മൂത്രനാളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ മുറിവുകൾ ഉണ്ടാക്കുകയും ശക്തമായ വേദന ഉണ്ടാക്കുകയും ചെയ്തു എന്ന് വരാം. കല്ല് അവിടെ നിന്ന് അനങ്ങുന്ന സമയത്താണ് രോഗിക്ക് ഈ പറഞ്ഞ ശക്തമായ വേദന അനുഭവപ്പെടുന്നത്. രോഗി അതിന് പ്രോപ്പറായി കെയർ കൊടുക്കുന്നില്ല, പെയിൻ കില്ലർ കഴിച്ച് മാത്രമാണ് പോകുന്നതെങ്കിൽ ഇത് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഗ്രാജുവലി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഒരു ക്രോണിക് നെഫ്രൈറ്റിസിലേക്ക് എത്തിക്കുകയും കിഡ്നി ഫെയിലിയർ, ആ കിഡ്നി വൃക്ക ഉപയോഗരഹിതമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഓക്കെ സാർ, ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഈ വളരെ നാള് കല്ലിൻ്റെ അസുഖം, അതായത് വൃക്കയിൽ കല്ലിൻ്റെ അളവ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നു, ചെറുതാകുന്നു, ചിലപ്പോൾ അത് വലുതാകുന്നു, അപ്പോൾ കുറച്ച് നാൾ മെഡിസിൻ എടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ എന്താണ് ചെയ്യുക? അവർക്ക് പൂർണ്ണമായിട്ടും കല്ലില്ലാതാക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കും. അവർക്ക് കല്ലുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യമാണ്. രണ്ടാമത് അവരുടെ ആഹാര രീതിയാണ്. ആഹാര രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞാലും 4 മാസം കഴിയുമ്പോൾ പിന്നെയും ഉണ്ടാകുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആഹാരത്തിൽ ഓക്സലേറ്റുകളുടെ എമൗണ്ട് കുറയ്ക്കണം. രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലുണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അത് കുറയാനുള്ള മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടുതലായി കുടിക്കണം. ഹൈഡ്രേറ്റ് യുവർ ബോഡി എന്ന് പറയും. അതായത് ശരീരത്തിൽ വെള്ളം കൂടുതൽ നിറയ്ക്കുക. എത്രത്തോളം യൂറിൻ പോകുമോ അത്രത്തോളം നിങ്ങളുടെ ആരോഗ്യം നന്നായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചിലവരുടെ വീടുകളിൽ ചെന്നാൽ അവരുടെ ബാത്റൂമിൽ അല്ലെങ്കിൽ കോമൺ ടോയ്ലറ്റുകൾ നോക്കിയാൽ അറിയാം വളരെ രൂക്ഷമായ ഗന്ധം മൂത്രത്തിന് കാണാറുണ്ട്. അത് തന്നെ ഈ ഒരു യൂറിക് ആസിഡ് രക്തത്തിൽ കൂടുന്നതിൻ്റെ ഒരു ടെൻഡൻസിയാണ്. ചിലവർക്ക് യൂറിൻ പതഞ്ഞു പോകാറുണ്ട്. അതും ഈ ഒരു യൂറിക് ആസിഡ് ടെൻഡൻസി കൂടുതൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരിൽ ഫാമിലിയിൽ പാരമ്പര്യം പ്രമേഹമുള്ളവർക്കും അവർ ആ പ്രോട്ടീൻ ഭക്ഷണം കുറച്ച് കഴിച്ചിരുന്നാലും രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുന്നതായി ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ സാർ, ഇതെല്ലാം ഗ്രാജുവലി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഓക്സലേറ്റ് കഴിക്കാത്തവരാണെങ്കിൽ പച്ചക്കറികൾ വളരെ കുറച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇലക്കറികൾ കുറച്ച് ഉപയോഗിക്കുന്നവരിലാണെങ്കിൽ പോലും വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത ഉണ്ടാക്കുന്നത് കാണാറുണ്ട്. ഓക്കെ സാർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ തരം ഭക്ഷണം, ഇപ്പോൾ ഓക്സലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ മാനൊന്നും ഒരു പക്ഷേ ഏത് പദാർത്ഥത്തിൽ ഈ ഓക്സലേറ്റ് അടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കേരളത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇപ്പോൾ കല്ലുള്ള ആൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം വർജിക്കേണ്ടത്, ഒഴിവാക്കേണ്ടത്, കുറയ്ക്കേണ്ടത്? അതായത് ഇലക്കറികൾ പ്രധാനമായും ഒഴിവാക്കണം. ഇലക്കറികൾ കുറയ്ക്കണം. നമുക്ക് ഒഴിവാക്കണം എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ശരീരത്തിന് അത് ആവശ്യമാണ്. രണ്ടാമത്തെ ഏത് തരം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ കൂടിയും ഏത് തരം ഇലക്കറികൾ ഒഴിവാക്കണം? അല്ലെങ്കിൽ ഇപ്പോൾ ചീര, മുരിങ്ങയില ഉള്ള കാര്യങ്ങളിൽ മുരിങ്ങയില വളരെ കുഴപ്പം കണ്ടിട്ടില്ല, പക്ഷേ ചീര, ബ്രോക്കോളി തുടങ്ങിയിട്ടുള്ള ഇലക്കറികൾ കുറയ്ക്കണം, ബിക്കോസ് അതിനകത്ത് ഇത് കൂടുതലുണ്ട്. രണ്ടാമത്തത് ടൊമാറ്റോ, നാരങ്ങ, ഇതെല്ലാം ഓക്സലേറ്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. പാലുൽപ്പന്നങ്ങൾ പൊതുവെ കുറയ്ക്കുന്നത് നല്ലതാണ്. അതിനകത്തും കാൽഷ്യം കൂടുതലുള്ളത് കൊണ്ട്. അതുകൂടാതെ ചെറിയ മത്സ്യങ്ങൾ സാധാരണ നമ്മൾ കഴിക്കാൻ പറയാറുണ്ട്, പക്ഷേ ഓക്സലേറ്റ് ചിലവർക്ക് ഈ പാരമ്പര്യമായി ഇത് കൂടുന്ന ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ തീർച്ചയായും അത് കുറച്ച് ഉപയോഗിക്കണം. ചെറിയ മത്സ്യങ്ങൾ കുറയ്ക്കണം. പിന്നെ അതുകൂടാതെ ചെയ്യേണ്ടത് യൂറിക് ആസിഡ് കൂടുതലുണ്ടാക്കുന്ന ആഹാരങ്ങൾ, മദ്യം,
പിന്നെ ചുമന്ന ഇറച്ചി, ബീഫ്, മട്ടൺ തുടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, ഇതെല്ലാം കൂടുതൽ കഴിക്കുന്നവരിൽ, ചോക്ലേറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ, നട്ട്സ് സ്ഥിരമായി കഴിക്കുന്നവരിൽ, ഇവർക്കെല്ലാം രക്തത്തിൽ ഓക്സലേറ്റും യൂറിക് ആസിഡും കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതും കൂടുതൽ പ്രശ്നമുണ്ടാക്കാം. പക്ഷേ നമ്മൾ ഇത് കഴിച്ചിരുന്നാലും നമ്മൾ ഒരു പരിധിവരെ വെള്ളം കൂടുതൽ കുടിക്കുമെങ്കിൽ, അതായത് കിഡ്നിയിൽ ഈ മിനറൽസ് ഉണ്ടായി അത് ആസിഡുമായി ചേർന്നിട്ട് അവിടെ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അവിടെ കല്ല് എന്നുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുകയുള്ളൂ. സ്ഥിരമായി വെള്ളം ധാരാളം കുടിക്കുമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് തീർച്ചയായും അത് ഒലിച്ചു പോവുകയും ഈ ഒരു അവസ്ഥ ഇല്ലാതാകുകയും ചെയ്യും. ഒരിക്കൽ കല്ല് വന്നിട്ടുള്ള ആൾക്കാർ, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷമോ 2 വർഷമൊക്കെ കഴിഞ്ഞ് ഒരിക്കൽ കല്ലില്ല എന്ന് കൺഫേം ചെയ്തു, 1 പ്രാവശ്യമല്ല 3 or 4 പ്രാവശ്യമൊക്കെ അൾട്രാസൗണ്ട് ചെയ്ത് കല്ലില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ കഴിഞ്ഞിട്ട് ഇതേ പേഷ്യന്റ് പറയുന്നു വീണ്ടും ഒരു ചെറിയ കല്ല് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമോ? പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കല്ല് അന്ന് പോയപ്പോൾ കണ്ടില്ല, ഇപ്പോൾ വീണ്ടും ആ കല്ല് വന്നു എന്നുള്ളത്. കാരണം ഇത് തന്നെയാണ്, അവരുടെ ജീവിത രീതി ശരിയാക്കുന്നില്ല. ഈ ഒരു ഓപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ വേദന അനുഭവിച്ചതിൻ്റെയോ ചൂട് ഒരു 3 മാസം കഴിയുമ്പോൾ രോഗിയിൽ ആ ഒരു ഓർമ്മകൾ ഇല്ലാതാകുമ്പോൾ രോഗി ചിലപ്പോഴും ആ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോയി എന്ന് വരാം. ചിലവർ സ്ഥിരമായി കഴിക്കുന്ന ചില മരുന്നുകൾ, പിന്നെ ചിലതരം വേദന സംഹാരികൾ, ഇതെല്ലാം പിന്നെയും കല്ലിൻ്റെ ടെൻഡൻസി ഉണ്ടാക്കിയെന്ന് വരാം. അൾസറേറ്റീവ് കൊളൈറ്റിസ്, അതായത് ഉദര രോഗങ്ങൾ, വയറിനകത്ത് ചില വയറിളക്ക രോഗങ്ങളുണ്ട്, ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറയുന്ന ചില രോഗങ്ങൾക്കോ അല്ലെങ്കിൽ വയറിനകത്ത് ഒരു മേജർ സർജറി ചെയ്യുന്ന ആൾക്കാർക്കോ ബ്ലഡിൽ താരതമ്യേന ഓക്സലേറ്റ് കൂടുന്നതായി കണ്ടിട്ടുണ്ട്. അവർക്കും പിന്നെയും കിഡ്നി സ്റ്റോൺ ഉണ്ടാകാം. നേരത്തെ പറഞ്ഞ കണക്ക് ഒരിക്കൽ സ്റ്റോണിൻ്റെ അസുഖം ഉണ്ടായി, ഏതെങ്കിലും രീതിയിൽ മരുന്ന് കഴിച്ച് പുറത്തു പോകപ്പെട്ടു. ഇത് ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ല എന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കാതെ തന്നെ ആ വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഹോമിയോപ്പതിയിൽ ഈ കല്ല് ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഒരു 10ഓളം മരുന്നുകളുണ്ട്. അവ ഒരു 3 മാസം തുടർച്ചയായി കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കല്ല് വരുന്ന സാധ്യത ഇല്ലാതാകും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ രോഗിയുടെ ലൈഫ് സ്റ്റൈൽ ഒരു പ്രധാനമാണ്. ഒരു ജീവിതകാലം മൊത്തം മരുന്നിൽ ഒരു രോഗത്തെ പേടിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പലരുടെയും ലൈഫിൽ അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതൊരു ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല. അതുകൊണ്ട് തന്നെ ആഹാര രീതികളിൽ ഒരു വ്യത്യാസം കൊണ്ടുവരിക, മനുഷ്യൻ്റെ പൊണ്ണത്തടി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുക, ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ രക്തത്തിലുള്ള മിനറലുകളും പ്രോട്ടീനുകളുടെയും ഒരു സന്തുലിതാവസ്ഥ ക്രമമാകുകയും ഇങ്ങനെയുള്ള സാധ്യതകളില്ലാതാകുകയും ചെയ്യും. ഓക്കെ സാർ. അല്ല തന്നെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ദിവസം എത്രയാണ് വെള്ളം കുടിക്കേണ്ടത്? ഇപ്പോൾ ഒരു സാധാരണ വ്യക്തി എത്ര കുടിക്കണം? കല്ലുണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കല്ലുണ്ടായ ആൾക്കാർ എത്ര വെള്ളം കുടിക്കണം? സാധാരണ വ്യക്തിയുടെ ശരീരത്തിൻ്റെ വേർപ്പ് കൂടെ അനുസരിച്ച് നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. അധ്വാനിക്കുന്ന, ശാരീരിക അധ്വാനം കൂടുതലുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണം. അധ്വാനം കുറഞ്ഞവരാണെങ്കിൽ മിനിമം, നന്നായി വേർക്കുന്നവരല്ല എങ്കിൽ ഒരു ദിവസം 2 ലിറ്റർ ഏറ്റവും കുറഞ്ഞത് കുടിച്ചിരിക്കണം, അതായത് 15 ഗ്ലാസ്. ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം കാണുന്നത് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടു എന്ന് വരാം. അതും ഗ്രാജുവലി കല്ല് ഉണ്ടാക്കാറുണ്ട്. ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ടെൻഡൻസി ഉണ്ടാകാം. വൃക്കയിലെ കല്ലുകൾ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഡോക്ടർ രാജേഷ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഹോമിയോപ്പതിയിൽ ഈ വൃക്കയിലെ കല്ലുകൾ ചികിത്സിക്കാനായിട്ട് എത്ര നാൾ എടുക്കുമെന്ന് പറയും? അത് സാധാരണ നമുക്കറിയാം, ഈ കല്ലുകളൊക്കെ പോകാനായിട്ട് മാസങ്ങൾ എടുക്കുമെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ സാധ്യമാണ്. ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു ചികിത്സകൻ എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കേണ്ടി വരും? ഒരു രോഗിക്ക് ഇപ്പോൾ കല്ല് വന്ന് ബ്ലോക്കായി നിൽക്കുകയാണ്, മൂത്രനാളിയിൽ ബ്ലോക്കായി നിൽക്കുന്നു, വേദന കൊണ്ട് പുളയുന്ന ഒരു രോഗിയാണ്, അവിടെ മാസങ്ങളെടുക്കും ചികിത്സിക്കാൻ എന്ന് പറയുന്നതിൻ്റെ പ്രായോഗികത തന്നെ ഇല്ല. അവിടെ നമ്മളൊരു 48 മണിക്കൂറിൽ ഈ കല്ല് രോഗിക്ക് കംഫർട്ടബിളായ ഒരു പൊസിഷനിലേക്ക് മാറ്റുക. അതായത് മൂത്രനാളിയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു കല്ലാണെങ്കിൽ അത് ബ്ലാഡറിലെത്തണം. ആ ഒരു രീതിക്ക് കൊടുക്കാൻ പറ്റുന്ന ചികിത്സയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് ഭാഗത്താണോ കല്ല് ബ്ലോക്കായി നിൽക്കുന്നത് ആ ഭാഗത്തുള്ള മസിൽ റിലാക്സ് ചെയ്യാനുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ഡയലേറ്റ് ആകുകയും കല്ല് താഴെ പോവുകയും ചെയ്യും. അതെ. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ അല്ലാതെ തന്നെ ഇപ്പോൾ ക്രോണിക്കായിട്ട് കല്ലുള്ള ചെറിയ ഉപദ്രവകാരികളല്ലാത്ത കല്ലുകൾ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ എപ്രകാരമാണ് അതിൻ്റെ ചികിത്സ പോകുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കല്ലുകൾ സാധാരണ കിഡ്നിക്കകത്ത് സെല്ലുകളുടെ ഇടയിൽ അടിഞ്ഞിരിക്കുന്ന രീതിയിൽ കല്ലുകൾ കാണാറുണ്ട്. ഇവ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മരുന്നുകളില്ലാതെ തന്നെ അത് അലിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ചില കല്ലുകൾ ഗ്രാജുവലി അതിൻ്റെ പെൽവിസിലേക്ക്, കിഡ്നിയുടെ പെൽവിസിലേക്ക് വരികയും ഒന്നിലധികം കല്ലുകൾ അവിടെ അടിഞ്ഞുകൂടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സംഭവിക്കുക, അത് കിഡ്നിയിൽ ഉണ്ടാകുന്ന മൂത്രം പ്രോപ്പറായി മൂത്രനാളിയിലേക്ക് പോയില്ല എന്നും വരും. അത് കിഡ്നിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.
രോഗിക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി വരികയാണ്. ഇപ്പോൾ ചിലവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലക്ഷണവും ചിലപ്പോൾ കാണിക്കില്ല, വർഷങ്ങളോളം കല്ലവിടെ ഇരുന്നു എന്ന് വരാം. ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാരിൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പനിയും കുളിരോടുകൂടിയ പനിയും വിറയലും വരുന്ന ആൾക്കാരിൽ നമ്മൾ യൂറിൻ പരിശോധിക്കുക. യൂറിൻ പരിശോധിച്ചാൽ മൂത്രത്തിൽ വരുന്ന ഇൻഫെക്ഷൻ, കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഡോക്ടറിന് മൂത്രത്തിൽ കല്ലിൻ്റെ ഒരു സാധ്യത നമുക്ക് സംശയിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും നമുക്കൊരു എടുക്കുന്ന ഒരു എക്സ്റേയിലോ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിലോ കല്ലിനെ തിരിച്ചറിയുകയും ബാക്കി ചികിത്സയും. സാർ, ഈ കല്ല് തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് എക്സ്റേയിലോ അൾട്രാസൗണ്ടിലോ കല്ല് തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് തരം കല്ലാണ്, എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുക? അതായത് മൂത്രത്തിലുള്ള നമ്മൾ 24 hours യൂറിൻ കളക്ട് ചെയ്തിട്ട് നോക്കുന്ന ഓക്സലേറ്റ് ക്രിസ്റ്റൽസിൻ്റെ, അതിനകത്തുള്ള അയോൺസിൻ്റെ അല്ലെങ്കിൽ മിനറൽസിൻ്റെ അളവ് നോക്കുന്ന ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റിൽ നമുക്ക് എത്രത്തോളം ശരീരത്തിൽ നിന്നും ഓക്സലേറ്റുകൾ അല്ലെങ്കിൽ മിനറൽസ് ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്നും തന്നെ ഇത് ഏത് ടൈപ്പ് കല്ലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. രണ്ടാമത്തത്, രോഗിക്ക് വരുന്ന വേദന ഏത് തരം എന്ന് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞു, യൂറിക് ആസിഡിൻ്റെ കല്ലുകളാണെന്നെങ്കിൽ ഒരുപക്ഷെ രോഗി അറിയണം എന്ന് തന്നെയില്ല. കല്ല് പുറത്ത് തെറിച്ച് പോകുമ്പോഴായിരിക്കും കല്ല് പോയി എന്ന് മനസ്സിലാവുന്നത്. അത് വളരെ ഉരുണ്ട ചെറിയ ഈ വെള്ളാരം കല്ല് പോലെ ഉരുണ്ട കല്ലുകളായിരിക്കും. പക്ഷേ വളരെ ഷാർപ്പ് എഡ്ജോട് കൂടിയ വളരെ കട്ടിയേറിയ കല്ലുകളായിരിക്കും. അതായത് നമ്മളൊരു ഗ്ലാസ്സിൽ പോലും വരച്ച് മുറിക്കാൻ പറ്റാവുന്ന ഷാർപ്പായിട്ടുള്ള കല്ലുകളാണ് ഓക്സലേറ്റ്. അതുണ്ടായിക്കഴിഞ്ഞാൽ അതൊന്ന് അനങ്ങുമ്പോൾ തന്നെ രോഗിക്ക് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും സാർ, സാറിൻ്റെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.people.tv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.